രക്ഷകനായ ഈശോയുടെ നാമത്തിൽ ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ ബൈബിളിലെ പുതിയ നിയമത്തിൻ്റെ 4-ാം സുവിശേഷം എന്നറിയപ്പെടുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ 13 അധ്യായങ്ങളാണ് നമ്മൾ പഠനം പൂർത്തിയാക്കിയത്. ഈ എപ്പിസോഡിൽ 14-ാം അധ്യായത്തിൻ്റെ വചന വ്യാഖ്യാനത്തിലേക്കും വചന വിചിന്തനത്തിലേക്കും നമ്മൾ പ്രവേശിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിന് 14-ാം അധ്യായം 2 ഭാഗങ്ങളായിട്ടാണ് 4-ാം സുവിശേഷകൻ ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് ആ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ആദ്യം ഒന്ന് വായിച്ചു കേൾക്കാം. അതിനുശേഷമാണ് നമ്മൾ ആ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്കും തുടർന്ന് വിചിന്തനത്തിലേക്കും പ്രവേശിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം ബൈബിള് കരുതിയിട്ടുള്ള എല്ലാവരും കൈകളിലെടുക്കുക. ബൈബിള് തുറന്ന് പുതിയ നിയമത്തിലെ യോഹന്നാൻ്റെ സുവിശേഷം എടുത്ത് അതിൽ 14-ാം അധ്യായം എല്ലാവരും നോക്കുക. പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഈ വചനഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. യേശു പിതാവിലേക്കുള്ള വഴി. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തിലേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിങ്കലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്കതു മതി. യേശു പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നവയല്ല. പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ ഈ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു ആശ്വാസകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അല്പസമയം കൂടി കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും.
ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാൻ അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. യൂദാസ് കറിയോത്ത അല്ല, അവനോട് പറഞ്ഞു, നീ നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നു, എന്നാൽ ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനോടൊപ്പം വാസമുറപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതാണ്. നിങ്ങളോട് കൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇവ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന ആശ്വാസകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. സമാധാനം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഞാൻ പോകുന്നെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. എന്തെന്നാൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ്. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് സംഭവിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നു. നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കുകയില്ല, കാരണം ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു. എങ്കിലും അവന് എൻ്റെ മേൽ ഒരധികാരവുമില്ല. എന്നാൽ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നെന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നെന്നും ലോകമറിയണം. എഴുന്നേൽക്കുവിൻ, നമുക്ക് ഇവിടെ നിന്നും പോകാം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ 13 അധ്യായങ്ങളിൽ ആദ്യ ഭാഗം ദ ബുക്ക് ഓഫ് സയൻസ് എന്ന പേരിൽ അടയാളങ്ങളുടെ പുസ്തകം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ബ്രോഡർ ഡിവിഷനിൽ രണ്ടാമത്തെ ഭാഗം എന്നത് ദ ബുക്ക് ഓഫ് ഗ്ലോറി അഥവാ മഹത്വത്തിൻ്റെ പുസ്തകമാണ്. നമ്മളിന്ന് വായിച്ചു കേട്ട 14-ാം അധ്യായം യോഹന്നാൻ്റെ രണ്ടാം ഭാഗം അഥവാ മഹത്വത്തിൻ്റെ പുസ്തകം എന്നറിയപ്പെടുന്ന ഭാഗത്ത് വരുന്ന ആദ്യ അധ്യായങ്ങളിൽ ഒന്നാണ്. ഇവിടെ നമ്മൾ 2 കാര്യങ്ങളാണ് വായിച്ചു കേട്ടത്. ഒന്നാമതായി 14-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ 1-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെ നമ്മൾ വായിച്ചു കേട്ടത് യേശു പിതാവിലേക്കുള്ള വഴിയാണ് എന്ന പ്രബോധനമാണ്. അതിനുശേഷം 15-ാമത്തെ വാക്യം മുതൽ 31-ാമത്തെ വാക്യം വരെയുള്ള വചനഭാഗം പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് യേശു കർത്താവ് സംസാരിക്കുന്ന വാക്കുകളാണ്. ഇപ്രകാരമുള്ള ഈ 13 അധ്യായം കഴിഞ്ഞ് 14-ാം അധ്യായത്തിൻ്റെ 31 വാക്യങ്ങളെ നമ്മളിപ്പോൾ വ്യാഖ്യാനിക്കാനായി ശ്രമിക്കുകയാണ്. അതിലാദ്യ വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്രകാരമാണ്. ഈ വചനഭാഗത്തിന് ഞാൻ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ ആ ടൈറ്റിൽ കാണാൻ സാധിക്കും. യോഹന്നാൻ 14-ാം അധ്യായം 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ, അന്ത്യപ്രഭാഷണം, വേർപാടും തിരിച്ചുവരവും. 2 ഭാഗങ്ങളായിട്ടാണ് 14-ാം അധ്യായം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അതിൽ 1-ാമത്തെ ഭാഗം കർത്താവ് തൻ്റെ വേർപാടിനെക്കുറിച്ച് പറയുകയും പിതാവിങ്കിലേക്കുള്ള വഴി തൻ്റെ അപ്പസ്തോലന്മാർക്ക് ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന വചനഭാഗമാണെങ്കിൽ, 2-ാമത്തെ ഭാഗം പരിശുദ്ധാത്മാവിലൂടെയുള്ള അവൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ച് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുന്ന ഭാഗമാണ്. ഈ 2 ഭാഗവും ചേർത്ത് കർത്താവിൻ്റെ അന്ത്യപ്രഭാഷണം എന്നാണ് അറിയപ്പെടുന്നത്. 14, 15, 16, 17 അധ്യായങ്ങൾ കർത്താവിൻ്റെ അന്ത്യപ്രഭാഷണമായിട്ടാണ് യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നതും
ബൈബിൾ പണ്ഡിതന്മാർ ഈ വചനഭാഗങ്ങളെ വ്യാഖ്യാനിക്കുന്നതും കർത്താവിൻ്റെ അന്ത്യപ്രഭാഷണം എന്ന് പറഞ്ഞാൽ കാൽവരി കുരിശിൽ മരിക്കുന്നതിന് മുൻപ്, പാടുപീഡകൾക്ക് വേണ്ടി അവൻ തന്നെ വിട്ടുകൊടുക്കുന്നതിന് മുൻപ്, തനിക്ക് സ്വന്തമായി ഈ ലോകത്തിലുണ്ടായിരുന്ന ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചുകൂട്ടി അവരോട് താൻ കടന്നു പോകുന്നു, അതിനു മുൻപ് നിങ്ങളോടൊപ്പം ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു, നിങ്ങളെ ശക്തിപ്പെടുത്തുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് ധൈര്യം പകരുന്ന വചനഭാഗമാണ് 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവിടെയാണ് ഈ അന്ത്യപ്രഭാഷണത്തോടനുബന്ധിച്ച് വേർപാടിനെക്കുറിച്ചും തിരിച്ചുവരവിനെക്കുറിച്ചും കർത്താവ് തൻ്റെ ശ്ലീഹന്മാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ അന്ത്യപ്രഭാഷണത്തിൻ്റെ ആരംഭം കുറിക്കുന്നതാണ് ഈ വചനഭാഗം. അതാണ് നമ്മൾ കാണുന്ന ഒന്നാമത്തെ പോയിന്റ്. ഈശോയുടെ അന്ത്യപ്രഭാഷണത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ് 14-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ഈശോ തൻ്റെ വേർപാടിൻ്റെ വിവരം ശിഷ്യന്മാരെ അറിയിച്ചപ്പോൾ അവർ സ്വാഭാവികമായും അസ്വസ്ഥരായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതൊരാളും താൻ മരിക്കാൻ പോകുന്നു എന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ട് തൻ്റെ മരണത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നുവെങ്കിൽ കൂടെയുള്ള സ്നേഹിതർ, കുടുംബക്കാർ, ബന്ധുമിത്രാദികൾ, അയൽപക്കക്കാർ അസ്വസ്ഥരാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവർ സങ്കടപ്പെടും. മരണക്കിടക്കയിലായിരിക്കുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ ഒത്തിരിയേറെ നാളുകൾ ഇങ്ങനെ കിടക്കയിലായിരുന്നു, വലിയ വേദനയോടെ, രോഗത്തിൽ, സങ്കടത്തിൽ, പ്രയാസത്തിൽ, പ്രായാധിക്യത്തിലൊക്കെ ആയിരുന്നുവെങ്കിലും മരണത്തോടടുക്കുന്ന സമയത്ത് കൂടെ നിൽക്കുന്നവർക്ക്, കണ്ടു നിൽക്കുന്നവർക്ക് അത് വലിയ വേദനയ്ക്കും സങ്കടത്തിനും കണ്ണുനീരിനും സർവോപരി അസ്വസ്ഥതയ്ക്കും കാരണമാകും എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് താൻ കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന അസ്വസ്ഥത സ്വാഭാവികമായും സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പാപത്തിനുമേൽ വിജയം നേടാനായി മരണത്തിന് വിധേയനാകുന്ന ഈശോയെ ഓർത്താണ് അവർ അസ്വസ്ഥപ്പെടുന്നത് എന്ന ഒരു അതിഭൗതികമായ, എന്ന് പറയാം, അമാനുഷികമായ ഒരു ആത്മീയ തലം കൂടി ഇതിനുണ്ട് എന്ന് സാന്ദർഭികമായി നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മരിക്കുന്നു എന്നതിനേക്കാളുപരി പാപത്തിനുമേൽ വിജയം നേടാനായി മരണത്തിന് ഈശോ തന്നെ വിധേയപ്പെടുത്തുന്നു എന്നതിനെക്കുറിച്ചോർത്ത് അസ്വസ്ഥപ്പെടുന്ന തൻ്റെ ശിഷ്യന്മാരെക്കുറിച്ചാണ് യോഹന്നാൻ 14-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെന്നും അസ്വസ്ഥത ഉളവാക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് പാപവും മരണവും, അല്ലേ? ആർക്കെങ്കിലും പാപം ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണോ പാപം ചെയ്യുന്നത്? അല്ല. ഞാൻ മോശക്കാരനാകണം എന്നാഗ്രഹിക്കുന്ന ആരും ഈ ലോകത്തിലുണ്ടാവില്ല. എനിക്ക് നന്മ ചെയ്യുന്നവനാകണം, എല്ലാവരെക്കുറിച്ചും എന്നെ നല്ലത് മാത്രം പറയണം എന്നാഗ്രഹിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷെ സാന്ദർഭികമായി, സന്ദർഭവശാൽ എന്നൊക്കെ പറയുന്നത് പോലെ പലപ്പോഴും ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്തു പോകുന്നത് എന്ന റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ വാക്കുകൾക്ക് സമാനമായി ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെന്നും അസ്വസ്ഥത ഉളവാക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഒരു സൈഡിൽ പാപം എന്നത്, മറു സൈഡിൽ അതിൻ്റെ അനന്തരഫലമായി ഉണ്ടാകുന്ന മരണമെന്നത്. പാപവും മരണവും നമ്മളെല്ലാവരെയും അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഈ സന്ദർഭത്തിൽ തൻ്റെ കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഈശോ പറഞ്ഞ വാക്കുകളാണ് അന്ത്യപ്രഭാഷണത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യ വാക്യങ്ങളാണ് 14-ാം അധ്യായത്തിൽ നമ്മൾ കുറച്ചു മുൻപ് വായിച്ചു കേട്ടത്. പ്രിയപ്പെട്ടവരെ, മരണം വേർപാടാണെങ്കിൽ ഉദ്ധാനം തിരിച്ചുവരവാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം. മരണം ഒരു വേർപാടാണ് എങ്കിൽ, ശാരീരികമായി അകറ്റപ്പെടുന്ന ഒരു കാര്യമാണെങ്കിൽ, അതിൻ്റെ മറുഭാഗം എന്ന് പറയുന്നത് ഉദ്ധാനമാണ്, അത് തിരിച്ചുവരവാണ്. ഉദ്ധിതനായ കർത്താവ് ഉത്ഥാനം ചെയ്ത് ശിഷ്യന്മാരുടെ അടുക്കലേക്ക്, വിശ്വാസികളുടെ ഇടയിലേക്ക്, ഈ ലോകത്തിലേക്ക് അവൻ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തൻ്റെ വേർപാടിൽ ദുഃഖിതരും അസ്വസ്ഥരുമായ ശിഷ്യന്മാർക്ക് ഉത്ഥാനത്തിലൂടെയുള്ള തൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ച് ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് ഈശോ അവരെ ആശ്വസിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും.
എന്ന് പറഞ്ഞാൽ ഒരു ദുഃഖം നമ്മുടെ കൺമുമ്പിലുണ്ട്, പക്ഷേ ആ ദുഃഖം അതിൽ തന്നെ അവസാനിക്കാനുള്ളതല്ല എന്നും അതിനുശേഷം വലിയൊരു സന്തോഷം നമ്മുടെ കൺമുമ്പിൽ തെളിഞ്ഞു വരുമെന്നുമുള്ള ബോധ്യപ്പെടുത്തലാണ് ഈ വാക്യങ്ങൾ നമുക്ക് നൽകുന്നത്. സാധാരണ നമ്മൾ പറയാറില്ലേ, ഒരു മലയുണ്ടെങ്കിൽ ഒരു താഴ്വരയും ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ജീവിതം. സുഖ ദുഃഖ സമ്മിശ്രമായ ഈ ലോക ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല എന്നും യേശു കർത്താവിനെ പോലെ ഞാനും നിങ്ങളുമൊക്കെ ഉത്ഥാനം ചെയ്ത് ദൈവ തിരുസന്നിധിയിലേക്ക് ആനയിക്കപ്പെടേണ്ടവരാണെന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മളെ നയിക്കാനാണ് അന്ത്യപ്രഭാഷണത്തിൽ കർത്താവ് പാപത്തിന്മേൽ വിജയം വരിച്ചുകൊണ്ട് മരിക്കുന്ന കർത്താവ് 3-ാം ദിനം ഉത്ഥാനം ചെയ്യുമെന്ന് ശിഷ്യന്മാർക്ക് ഉറപ്പു കൊടുക്കുന്നത്, അവരെ ആശ്വസിപ്പിക്കുന്നത്. മരണം തീർച്ചയായും ദുഃഖമുളവാക്കും. നമ്മൾ സാധാരണ മരിച്ച വീടുകളിൽ ചെല്ലുമ്പോൾ, ശവശരീരത്തിൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ, ശവസംസ്കാരത്തിൻ്റെ ചടങ്ങുകൾ, ശുശ്രൂഷകൾ, പ്രാർത്ഥനകൾ നടത്തുമ്പോൾ അടുത്ത ബന്ധുമിത്രാദികളും കുടുംബക്കാരും പ്രിയപ്പെട്ടവരും അടുക്കലിരുന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ശാരീരികമായുള്ള വേർപാട് ആശ്വസിപ്പിക്കാൻ സാധിക്കണം അധികമായ വലിയ ദുഃഖമുളവാക്കും, തീർച്ചയാണത്. എന്നാൽ ഈ വേർപാടിനു ശേഷം, മരണത്തിനു ശേഷം ഒരു ഉത്ഥാനമുണ്ട് എന്നും അത് വലിയ അനുഗ്രഹത്തിന് കാരണമാകുമെന്നും തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദുഃഖം സാവധാനം പ്രത്യാശയായി മാറുന്നു, ആശ്വാസമായി മാറുന്നു. അതുകൊണ്ടാണ് മരിച്ചടക്കിൻ്റെ സമയത്തൊക്കെ പറയാറുണ്ട്, ഈ മരണത്തെക്കുറിച്ചോർത്ത് നിങ്ങൾ കേവലം ദുഃഖിതരായി മാത്രം ഇരിക്കരുത്, മറിച്ച് പ്രത്യാശയുള്ളവരായിരിക്കുവിൻ, ദൈവം ഈ ആത്മാവിന് സ്വർഗം കൊടുക്കുന്നുവല്ലോ. സാധാരണ ഞങ്ങൾ അച്ഛന്മാരൊക്കെ കുടുംബക്കാരെയും പ്രിയപ്പെട്ടവരെയൊക്കെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചരമപ്രസംഗങ്ങളിൽ പറയാറുള്ള ഒരു വാക്യമാണിത്. ഇത് പല ആവർത്തി നിങ്ങളെല്ലാവരും കേട്ടിരിക്കും. ഇത് കേവലം ആലങ്കാരികമായി ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്നൊരു വാക്യമായി കാണരുത്, മറിച്ച് ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇതൊരു വിശ്വാസ സത്യമാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും മരണത്തിൽ അവസാനിക്കാനുള്ളവരല്ല എന്നും അവിടെ നിന്ന് നമുക്കെല്ലാവർക്കും ഉത്ഥാനമുണ്ട് എന്നും ആ ആത്മാവ് സ്വർഗത്തിലേക്ക് പാപരഹിതമായി സംവഹിക്കപ്പെടേണ്ടവരാണ് എന്നുമുള്ള ബോധ്യം. ഈ ഓർമ്മപ്പെടുത്തലാണ് ആശ്വാസവാക്കുകളോടൊപ്പം മറ്റുള്ളവർക്കായി നമ്മൾ നൽകുന്നത്. എന്ന് പറഞ്ഞാൽ തിരിച്ചു വരാനുള്ള ഒരു വ്യവസ്ഥ, തിരിച്ചു വരുന്നതിനുള്ള ഒരു വ്യവസ്ഥ മാത്രമാണ് ഈശോയുടെ വേർപാട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉത്ഥാനത്തിലൂടെയുള്ള തൻ്റെ തിരിച്ചുവരവ് ഏതെല്ലാം വിധത്തിലാണ് അവർക്ക് അനുഭവവേദ്യമാക്കേണ്ടത് എന്ന് വിവരിക്കുന്ന അന്ത്യപ്രഭാഷണത്തിൻ്റെ മൂലരൂപമാണ് 14-ാം അധ്യായം വിവരിച്ച് നൽകുന്നത് എന്ന് ആ വാക്യങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. എന്ന് പറഞ്ഞാൽ ഉത്ഥാനത്തിലൂടെയുള്ള കർത്താവിൻ്റെ തിരിച്ചുവരവ് മരണത്തിൽ ശിഷ്യന്മാർക്കുണ്ടാകുന്ന ദുഃഖത്തെ അതിജീവിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇപ്രകാരമുള്ള ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ മൂലരൂപമാണ് 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന വാക്യങ്ങളെന്ന് പ്രാരംഭമായി ഞാൻ നിങ്ങളോട് പറയുക. ഈ അധ്യായത്തിൻ്റെ അവസാനത്തിൽ ഈശോ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന 31-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: എഴുന്നേൽക്കുവിൻ, നമുക്ക് ഇവിടെ നിന്നും പോകാം. നിങ്ങൾക്ക് സ്ക്രീനിൽ ആ വാക്യം കാണാനും സാധിക്കും. യോഹന്നാൻ 14-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യമാണ്. ആ വചനം ഇപ്രകാരമാണ് നമ്മളോട് പറയുന്നത്: എഴുന്നേൽക്കുവിൻ, നമുക്ക് ഇവിടെ നിന്ന് പോകാം. എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം എന്താണെന്നറിയാവോ? ഒരുപക്ഷെ കർത്താവ് നൽകിയ അന്ത്യപ്രഭാഷണം അവസാനിപ്പിച്ചു എന്നും പ്രഭാഷണം കഴിഞ്ഞു, ഇനി എഴുന്നേറ്റ് നമുക്ക് പോകാമെന്നും പറയുന്നതായി നമുക്ക് ഒരുപക്ഷെ തോന്നുന്ന വാക്കുകളാണ് യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രസംഗം കേൾക്കാൻ വേണ്ടി കുറേ പേര് വന്ന് മുൻപിലിരിക്കുന്നു, പ്രസംഗം പറയുന്നു. പ്രസംഗം അവസാനിക്കുമ്പോൾ പ്രാസംഗികൻ തന്നെ പറയുകയാണ്, എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം എന്ന് പറയാൻ അർത്ഥം എന്താ? നമ്മൾ സാധാരണ പ്രസംഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ചില ശൈലികളുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സാധാരണഗതിയിൽ നമ്മുടെ പ്രസംഗം അവസാനിപ്പിക്കാറുണ്ട്.
ഈശോ തൻ്റെ അന്ത്യപ്രഭാഷണം അവസാനിപ്പിക്കുന്നു എന്ന് തോന്നലുളവാക്കുന്ന തരത്തിൽ തൻ്റെ കേൾവിക്കാരോട് പറയാണ്, എഴുന്നേൽക്കുവിൻ, നമുക്ക് ഇവിടെ നിന്നും പോകാം. എന്നാൽ മരണത്തോടെ തൻ്റെ ജീവിതം അവസാനിക്കുകയില്ല എന്നും ശിഷ്യന്മാരുടെ തുടർന്നുള്ള ജീവിതത്തിലും താൻ സന്നിഹിതനായിരിക്കുമെന്നുമുള്ള ഉറപ്പാണ് ഈശോ അവർക്ക് നൽകുന്നത്. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം എന്ന് പറയുന്നതിലൂടെ. എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ വാക്കുകൾ കേട്ട്, പ്രസംഗം കേട്ട് ദുഃഖിച്ച് കണ്ണീരൊഴുക്കി നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കേണ്ടവരല്ല. ഈ ദുഃഖത്തിൽ നിന്നും നിങ്ങൾ എഴുന്നേൽക്കണം. വീണെടുത്തു നിന്നും നിങ്ങൾ എഴുന്നേൽക്കണം. പാപത്തിൽ നിന്നും നിങ്ങൾ തിരിച്ചു വരണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് സഹോദരങ്ങളെ ഈ വാക്യങ്ങൾ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെയും ഞാനും നിങ്ങളും തിരിച്ചറിയുക, മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല ഒരു വിശ്വാസിയുടെ ജീവിതം, മറിച്ച് അത് ഉത്ഥാനത്തിൽ കലാശിക്കാനുള്ളതാണ്. നമ്മുടെ രക്ഷകനും നാഥനുമായ യേശു കർത്താവ് മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ശരീരത്തിൽ മരിച്ച് സെമിത്തേരിയിൽ അടക്കപ്പെടുന്നു എങ്കിലും നമ്മുടെ ഉള്ളിൽ ദൈവം പ്രവേശിപ്പിച്ചിരിക്കുന്ന ആത്മാവ് പാപകളങ്കമില്ലാതെ ദൈവ തിരുസന്നിധിയിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടതാണ്, ദൈവരാജ്യം സ്വന്തമാക്കേണ്ടതാണ്. അതാണ് എൻ്റെ സൃഷ്ടാവിൻ്റെ എന്നെക്കുറിച്ചുള്ള ചിന്തയെന്ന് തിരിച്ചറിയുമ്പോൾ ഞാനും നിങ്ങളെ എപ്രകാരമാണ് ജീവിക്കേണ്ടതെന്നും അല്പം കൂടെ മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കാൻ പരിശ്രമിക്കേണ്ടവരാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വാക്യങ്ങളാണിവ. ഈ 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷം നൽകുന്ന, ആശ്വാസം നൽകുന്ന ഒരു വാക്യമാണ്. ചിലരെങ്കിലുമൊക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് കണ്ണുനീരോടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞ്, കുടുംബ പ്രശ്നങ്ങളാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ രോഗങ്ങളോ വേദനകളോ പരാജയങ്ങളോ ഒക്കെ ആകാം, എന്തോ ആകട്ടെ, ചിലരെങ്കിലുമൊക്കെ എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നാറുള്ള, പ്രാർത്ഥനയിൽ ഞാൻ ആവർത്തിച്ച് പറയാറുള്ള ഒരു വാക്യമാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയുടെ ഇടയിൽ വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവർക്ക് ആശീർവാദം കൊടുക്കുമ്പോൾ എന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്യം യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ്. 14:1 വചനം ഇങ്ങനെയാണ്: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്നാണ് കർത്താവ് പറയുന്നത്. എന്ത് വലിയൊരു ആശ്വാസമായി ഈ വാക്യം അല്ലേ? നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്ന് പറഞ്ഞാൽ എന്താ കർത്താവ് അതിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം? നിങ്ങൾക്കുണ്ടാകുന്ന ഈ വീഴ്ചകളിൽ, ഈ ദുഃഖങ്ങളിൽ, ഈ പ്രയാസങ്ങളിൽ, ഈ രോഗങ്ങളിൽ, ഈ പരാജയത്തിൽ കുരുങ്ങിക്കിടക്കേണ്ടവരല്ല നിങ്ങൾ. അസ്വസ്ഥപ്പെടണ്ട. എന്തുകൊണ്ടാണ് അസ്വസ്ഥമാകാതിരിക്കേണ്ടത്? കാരണം നിനക്ക് വിശ്വാസമുണ്ട്. ആരില്ല നിന്റെ വിശ്വാസം? നീ കാണുന്ന ഈ മനുഷ്യരിലൊന്നും അല്ല നിന്റെ വിശ്വാസം. നിന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിലാണ് നിനക്ക് വിശ്വാസം ഉണ്ടാകേണ്ടത്. അപ്രകാരം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ മനം കലങ്ങിയാലും ഹൃദയം അസ്വസ്ഥമായാലും എത്രയും പെട്ടെന്ന് അസ്വസ്ഥതയിൽ നിന്നും തിരിച്ചു വരണമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്ന, ആശ്വാസം നൽകുന്ന വാക്കുകളോടെയാണ് 14-ാം അധ്യായം ആരംഭിക്കുന്നത് എന്ന് സാന്ദർഭികമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് തന്നെ തൻ്റെ ശിഷ്യന്മാരുടെ മുൻപിൽ നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് ആക്സിഡൻ്റലായി, ആകസ്മികമായി എന്തോ സംഭവിച്ചാൽ എന്നതുപോലെ നിങ്ങളാരും അസ്വസ്ഥപ്പെടരുത്. കാരണം എന്താണെന്നറിയാവോ? ഒരു വിശ്വാസിക്ക് ആക്സിഡൻ്റൽ എന്ന ഒന്നില്ല, ആകസ്മികത എന്ന ഒന്നില്ല. മറിച്ചെല്ലാം ദൈവഹിതപ്രകാരം മാത്രമാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോഴെങ്കിലുമൊക്കെ ചിലർ പറയാറുണ്ട്, അയ്യോ ഇതെൻ്റെ ഭാഗ്യമാണ്. പറയാറില്ലേ നമ്മളൊക്കെ? സാധാരണ കൊളോക്കിയലി ഉപയോഗിക്കുന്ന ഒരു സംസാര ഭാഷയാണ്. എടാ അത് നിൻ്റെ ഭാഗ്യമാണ് എന്ന് പറയാറുണ്ട്. ഞാൻ ചിലരോടെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഫ്രീഡം ഉള്ളവരുടെ അടുക്കൽ, നിൻ്റെ ഭാഗ്യമാണെന്നോ ഇതെൻ്റെ ഭാഗ്യമാണെന്നോ അല്ല പറയേണ്ടത്, മറിച്ച് ഇത് കർത്താവിൻ്റെ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞ് പഠിക്കണം നമ്മൾ. ഇതെനിക്ക് കർത്താവ് തന്ന അനുഗ്രഹമാണ്. എടാ നിനക്ക് കർത്താവ് തന്ന അനുഗ്രഹമാണിത് എന്ന് പറയാൻ നിന്നെക്കൊണ്ട് സാധിക്കുമ്പോൾ ഇത് ദൈവികമായ ഇടപെടലായി എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആക്സിഡൻ്റൽ എന്നൊന്നും ഒരു വിശ്വാസിയുടെ ജീവിതത്തിലില്ല.
ആകസ്മികത എന്നുള്ളതല്ല, മറിച്ച് എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ജീവിതത്തെ അല്പം കൂടെ ബ്രോഡറായി കാണാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഈശോയുടെ വേർപാടിൽ അസ്വസ്ഥരായ ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഈശോ പറയുന്ന വാക്കുകളാണ് നിങ്ങൾ അസ്വസ്ഥപ്പെടേണ്ട എന്നുള്ള വചനം. അതുകൊണ്ട് തന്നെയും എപ്രകാരമാണ് ഞാൻ അസ്വസ്ഥപ്പെടാതെ ദൈവ തിരുസന്നിധി ജീവിക്കേണ്ടത് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുക. ദൈവികമായ ഇടപെടൽ എപ്രകാരമാണോ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്, അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുമ്പോൾ അസ്വസ്ഥതകളെ ഒഴിവാക്കി കളയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരും കേട്ടോ, പ്രയാസങ്ങളും സങ്കടങ്ങളും വരും, രോഗങ്ങൾ ഒരുപക്ഷെ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അസ്വസ്ഥപ്പെട്ട് നിരാശപ്പെട്ട് ദൈവത്തിൽ നിന്നും അകന്നു പോകരുത്. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടെ, ദൃഢനിശ്ചയത്തോടുകൂടെ, ഉത്തമമായ വിശ്വാസത്തിൽ പ്രത്യാശയോടെ മുൻപോട്ട് പോകാൻ നമുക്കേവർക്കും സാധിക്കണം. അതിനുവേണ്ടിയാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനം, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്ന കർത്താവിൻ്റെ വാക്കുകൾ നമ്മോട് പറയുന്നത്. ഇനി കാണും വരെയും നിങ്ങൾക്കെല്ലാവർക്കും യേശുനാമത്തിൽ ശുഭവന്ദനം.